ഹായ് ഹലോ എല്ലാവർക്കും മൈ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാനൊരു ചെറിയ സ്റ്റാൾ ചെയ്തായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാം. ബിഗിനേഴ്സിന് ഏറ്റവും പ്രയോജനപ്പെടും. നമ്മളിപ്പോൾ കുറേ ബോയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, സെയിലാകുന്നില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ സെയിലാക്കാം എന്നൊക്കെ ബിഗിനേഴ്സിന് എന്താണ് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ നന്നായിട്ട് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് എല്ലാ വീഡിയോസ് എല്ലാം കവർ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വെച്ച് എടുത്ത കുറച്ച് വീഡിയോസും പിന്നെ അതുപോലെ തന്നെ ഞാൻ അവിടെ സ്റ്റാളായിട്ട് ചെറുതായിട്ട് സെറ്റ് ചെയ്തതും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ബിസിനസ് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നത് എന്നാണ് ഞാൻ ബിഗിനേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു ചെറിയ ബിസിനസ് എന്ന രീതിയിൽ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ നന്നായിരിക്കും. അതിന് നിങ്ങൾ ആദ്യമേ തന്നെ ഒത്തിരി മുതൽ മുടക്കൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെയൊക്കെ നമുക്ക് ചെറിയ പീസ് തുണിയിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പം ഷോപ്പിൽ പോയാൽ നമുക്ക് കുറച്ച് നെറ്റ് ഫാബ്രിക്സൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വാങ്ങിച്ചാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇല്ലയെന്നാണെങ്കിൽ അതിന് നമുക്ക് ബഡ്ജറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് നമ്മളെ ടൈലറിങ് ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ വെക്കാൻ വേണ്ടി ഇതുപോലെ സെൻറ്റർ സ്റ്റോണൊക്കെ നമുക്ക് വില കുറച്ച് കിട്ടും. അത് വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റായി കിട്ടും. അപ്പോൾ ഇപ്പോൾ വെറുതെ നമ്മൾ ഇരുന്ന് സമയം കളയുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു പോക്കറ്റ് മണി ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കൂടണം കേട്ടോ. ഇത് ഞാനൊരു പുതിയ ഹെയർ ക്ലിപ്പ് ചെയ്ത് നോക്കിയതാണ്. ഇതെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു കളറാണ് ചെയ്തത്. പിന്നെ ഇതിൽ കാണുന്ന ഏതെങ്കിലും ഹെയർ ബാൻഡോ ഹെയർ ക്ലിപ്സോ ഹെയർ ബോയുടെ മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ബിഗിനേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി കാശ് കൊടുത്തൊന്നും നിങ്ങളിതില്ല ബിസിനസ് ചെയ്യരുത്. പക്ഷേ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം. കാരണം നമുക്ക് തുടക്കത്തിൽ ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ലായിരിക്കും. നമുക്ക് സാഹചര്യങ്ങളെല്ലാം എന്തായിരിക്കും, ചിലപ്പം പ്രതികൂലമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചെറിയ രീതിക്കെങ്കിലും ഒരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാൻ കേട്ടോ, നമ്മുടെ സാഹചര്യം നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും അപ്പോഴും ഉണ്ടാവും. അപ്പോൾ എനിക്ക് തന്നെ ഈ സ്റ്റാൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഹെയർ ബോയുടെ റോ മെറ്റീരിയൽസിൻ്റെ സെയിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ആ സെയിൽ എന്തായാലും ഞങ്ങൾക്ക് നന്നായിട്ട് നടക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഹെയർ ബോയ്സ് ചെയ്തിട്ട് ഹെയർ ബോയൊക്കെ ചെയ്ത് സെയിൽ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. എൻ്റെ ഓൺ പ്രോഡക്റ്റ് എനിക്ക് വിപണിയിൽ ഇറക്കണം. ഷോപ്പിലൊക്കെ അത് ഇരിക്കുന്നത് കാണാനും അത് ആൾക്കാർ വാങ്ങി വയ്ക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എത്ര തിരക്കായാലും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സമയം കണ്ടെത്തി ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം എനിക്ക് ഒത്തിരിയൊന്നും ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് ചെറിയ കുഞ്ഞുണ്ട്. അപ്പം മൂത്ത കുഞ്ഞുള്ളത് കൊണ്ട് അവൾ ഇളയ കുഞ്ഞിനെ കുറച്ച് നേരമൊക്കെ നോക്കും. അങ്ങനെയാണ് എനിക്ക് ഇച്ചിരി സമയമൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സെയിൽ ചെയ്യും എന്നൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ നോക്കണമല്ലോ എന്നൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. പക്ഷേ ഞങ്ങളുടെ ചർച്ചിൽ വെച്ചായിരുന്നു ഇത് ഞാൻ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചർച്ചിലെ സിസ്റ്റേഴ്സും ആൻറ്റിമാരും ചേച്ചിമാരും ഒക്കെ വന്നിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തു. അവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എനിക്ക് അവരെല്ലാവരും സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞാൻ കുഞ്ഞിനെ നോക്കി അങ്ങനെ നിന്നതേ ഉള്ളൂ. അപ്പോൾ അവർ തന്നെ എനിക്ക് സഹായിച്ചു. അവർ തന്നെ സെയിൽ ചെയ്തു. ഞാൻ ഇതിലൊക്കെ പ്രൈസ് എഴുതി വെച്ചിരുന്നത് കൊണ്ട് അതവർ സെയിൽ ചെയ്തൊക്കെ നന്നായിട്ട് അത് ചെയ്തു തന്നു.
പിന്നെ അപ്പോൾ ഇനി ഇതുപോലെ ചെയ്താൽ അവർ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വെറുതെ ഇരുന്നിട്ട് സമയം കളയരുത് ഒരു കാരണവശാലും. നമുക്കിപ്പോൾ കുറേയൊക്കെ ചെയ്തു വെച്ചു, സെയിലാവുന്നില്ല, ഡോണ്ട് വറി. നിങ്ങളൊന്നുകൊണ്ടും എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് അതിനൊക്കെ ഒരു സമയം കിട്ടും. ആ സമയത്ത് നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കിനി ഇതുപോലത്തെ ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ ഫെസ്റ്റിവൽ സീസണൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അവർക്ക് ഈ ഓണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലത്തെ മേളകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. കുടുംബശ്രീ ആയാലും അങ്ങനെയൊക്കെ. പിന്നെ റെസിഡൻസിലൊക്കെ ആണെങ്കിലും ഓണ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റാൾ പോലെയൊക്കെ വൈകുന്നേരത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു ചെറിയൊരു ഇത് ചെയ്യാം. അപ്പോൾ ഞാനിത് ക്യാപ്ഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒത്തിരി ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒത്തിരി എക്സ്പെൻസ് ഒന്നും ഞാൻ അങ്ങനെ എടുത്തതല്ല. ഞാൻ സിമ്പിളായിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തത്. ഇത് ഞാൻ ചാർട്ട് പേപ്പറിലാണ് കട്ട് ചെയ്തിട്ട് ഇത് ക്ലിപ്പൊക്കെ സ്റ്റിക്ക് ചെയ്തത്. വേണമെങ്കിൽ നമുക്ക് ഇതിനും നന്നായിട്ട് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് ചെയ്തത്. അത്രയും തുടക്കമല്ലേ, അപ്പോൾ ഇത്രയും മതി എന്നുള്ള രീതിക്ക് ഞാൻ ചെയ്തതാണ്. പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനി ഒരു കാരണവശാലും നിങ്ങൾ സമയം വെറുതെ കളയരുത്. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എന്തെങ്കിലും ഒരു ചെറിയ സംരംഭം തുടങ്ങിയവരാണെങ്കിൽ നിങ്ങൾ വിറ്റ് പോകുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ടെൻഷനൊക്കെ മറന്നിട്ട് പുതിയ പ്രോഡക്റ്റുകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓൺലൈനിൽ വരുന്ന പുതിയ പ്രോഡക്റ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ഞാൻ പുതിയതായിട്ട് ചെയ്ത ഒരു സ്ക്രഞ്ചീസാണ് കേട്ടോ. ഇതിന് നല്ല ഒരു അഭിപ്രായമാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് എനിക്ക് ചെയ്യണമെന്ന് ഒത്തിരി പേര് പറഞ്ഞു. അപ്പോൾ അത് എന്തായാലും ഓണത്തിന് ഞാൻ ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ പ്രൊഡക്റ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി. അതിനിടയ്ക്ക് ഇത് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.